Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. സോ ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ട്യൂട്ടറിങ് കുറിച്ചൊരു വീഡിയോ ഈ ചാനൽ ചെയ്തിരുന്നു. സോ അതിന് കുറേ പേര് റെസ്പോണ്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ നമ്മൾ അവരായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്യൂട്ടറിങ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറേ പേര് കമൻസിൽ ഷെയർ ചെയ്തിരുന്നു. സോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇന്ത്യയിൽ ഓൺലൈൻ ട്യൂട്ടറിങ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. സോ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അറിയെങ്കിൽ ആ സബ്ജക്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഈ വെബ്സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്. അത് നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. ഞാൻ ഇതിന് മുന്നേ മണി മേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് മണി മേക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യണം. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. സോ ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് ജോബ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് അറിയുന്ന സബ്ജക്ട്സ് നമ്മൾക്ക് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ ട്യൂട്ടറിങ് ജോബ്. സോ സാധാരണ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്യൂഷൻ എടുക്കുന്നത് പോലെ നമ്മൾ ലൈവായിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സബ്ജക്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽസ് അറിയാം. പക്ഷേ അവർക്ക് ചിലപ്പോൾ ആ സബ്ജക്റ്റ് കറക്റ്റായിട്ട് കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം, പക്ഷേ അത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് അത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. സോ ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് പ്ലാറ്റ്ഫോമാണ്. വേൾഡിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അവർ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ട്യൂട്ടറിങ് മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അതായത് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, അവരുടെ അസൈൻമെൻറ്റ്സിനുള്ള ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതായിട്ട് അത് നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുന്നു. ആ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാശാണ് വരുന്നത്. അത് ഓരോ ആൻസർ നിങ്ങൾ ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാശ് വരുന്നതാണ് ഈ മെത്തേഡ്. സോ അതിൽ ഏറ്റവും ടോപ്പായിട്ട് വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഓൺലൈൻ ട്യൂട്ടറിങ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. സോ US മോസ്റ്റ്ലി സ്റ്റുഡൻസ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസൈൻമെൻറ്റ്സിലോ അല്ലെങ്കിൽ ഹോംവർക്കിലെ ഹെൽപ്പ് വേണമെങ്കിൽ അവർ എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്ന, അതായത് പോകുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. സോ ഈ ചെക്കിൽ നമുക്ക് ഞാൻ ആക്ച്വലി ചെക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഞാൻ അതിൽ കാണിക്കാൻ പോകുന്നത് ചെക്കിൽ കുറേ പേര് ഇന്ത്യൻസ്, അതായത് നമ്മൾ ഇന്ത്യൻസ് കുറച്ച് മാത്സിലും എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലും നമ്മൾ കുറച്ച് നന്നായിട്ട്, നമുക്ക് ബിസിനസ് സബ്ജക്ട്സ് എല്ലാം കുറച്ച് നന്നായിട്ട് വരുന്നതുകൊണ്ട് ഈ ടോപ്പിക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയാം, നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ നമുക്കറിയാം. അതുകൊണ്ട് ചെക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇന്ത്യക്ക് മാത്രമായിട്ട്, ഇന്ത്യയിൽ നിന്നുള്ള വർക്കേഴ്സിനെ അലോക്കേറ്റ് ചെയ്ത്, അത് കുറച്ച് കൂടുതൽ വർക്കേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു വെബ്സൈറ്റ്, അതായത് ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ experts.checkindia.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ്. സോ ഇതൊരു വേൾഡ് പ്ലാറ്റ്ഫോമാണ്. അവർ ഇന്ത്യ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് ടീച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം അവർക്ക് അത്രയും സ്റ്റുഡൻസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചോദിക്കുന്നുണ്ട്. അവർക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഇന്ത്യൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത വെബ്സൈറ്റാണ് ചെക്ക് ഇന്ത്യ. സോ ലാസ്റ്റ് 3-4 years ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. സോ അവർ പറയുന്നത് വെച്ചാൽ ആക്ച്വലി നമ്മളൊരു ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈവൻ ഒരു മാസം 1 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. സോ അത് ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ കുറേ പേര് 1 ലക്ഷം വരെ റേറ്റ് കാശ് ഉണ്ടാക്കിയ കുറേ പേരുണ്ട്. അതായത് നമ്മൾ ഫുൾ ടൈം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മളിതിൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നേരം നിങ്ങൾ വർക്ക് ചെയ്യുന്നു അത് മാത്രമാണ് നിങ്ങളുടെ കാശ്, അല്ലാതെ നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. സോ നിങ്ങൾ എത്ര നേരം വർക്ക് ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് കാശാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഇവരുടെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഹൗ ടു ബിക്കം എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ സൈൻ അപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു ഓൺലൈൻ സ്ക്രീനിങ് ഉണ്ട്, പിന്നെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, ഒരു ആൻസർ, അത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം. സോ ഞാനത് ക്ലിയർ ആയിട്ട് പറയാം എങ്ങനെയാണെന്ന്. സോ ഇതാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ജോയിൻ ആവുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക.
സോ വൺസ് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യേണ്ടത് Q&A എക്സ്പേർട്ട് സൈനപ്പ് പോകേണ്ട ഒരു മെത്തേഡാണ്. അത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എക്സ്പേർട്ട് സൈനപ്പ്. സോ വൺസ് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID ചോദിക്കും, പിന്നെ ഒരു മൊബൈൽ നമ്പർ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്വേഡ്, ജെൻഡർ ചോദിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇത് കാണിക്കായിരുന്നു. അതാ നെയിം, മൊബൈൽ നമ്പർ അവർ വെരിഫൈ ചെയ്യും, OTP ചെയ്യും, അതേപോലെ ഇമെയിലും വെരിഫൈ ചെയ്യും. പിന്നെ പാസ്വേഡ് കറക്റ്റായിട്ടൊരു പാസ്വേഡ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് എക്സ്പേർട്ട് എന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. എഞ്ചിനീയറിംഗ് ആണോ, മാത്സ് ആണോ, ബയോളജി ആണോ, കെമിസ്ട്രി ആണോ, അങ്ങനെ ഏത് സബ്ജക്റ്റാണ്, നഴ്സിംഗ് സബ്ജക്ട്സ്, അങ്ങനെ പല സബ്ജക്ട്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ നിങ്ങളെ പറ്റിയിട്ട്, അതായത് നിങ്ങൾ ഈ സബ്ജക്ട്സിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഇതിന് മുന്നേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഓൺലൈൻ ടീച്ചറിങ് എക്സ്പീരിയൻസ് ഉണ്ടോ, അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് അതില്ലെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിർബന്ധമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യുക ഇതിൽ. സോ അത് പിന്നെ എത്രത്തോളം വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ നോളജ് മാത്രം ഉണ്ടായാൽ മാത്രം മതി. സോ ഇതാണ് ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം. സോ ഞാൻ ഒരു വിട്ടുപോയ ടോപ്പിക്കാണ്, അതായത് അവരുടെ സബ്ജക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അവരുടെ സബ്ജക്ട്സ്. അതായത് ബിസിനസ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, എർത്ത് സയൻസ്, അങ്ങനെ ഈ ടോപ്പിക്സിന് എല്ലാത്തിനും നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ലോഗിൻ ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഡാറ്റ ജസ്റ്റ് കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്താണ്. സോ വർക്കിംഗ് മെത്തേഡ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ, ടാബ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. സ്ക്രീനിങ് ടെസ്റ്റ്, അത് ഫസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ ഏതാണോ ക്ലിക്ക് ചെയ്താൽ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ സ്ക്രീനിങ് ടെസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ കാണാപ്പാഠം എഴുതേണ്ട ടെസ്റ്റ് അല്ല. നിങ്ങൾക്ക് ഈ ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് ഓപ്പൺ ബുക്ക് ടെസ്റ്റാണ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. സോ അതിനുള്ള ടൈം ഉണ്ടായിരിക്കും. സോ അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാരണം എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള ഓപ്ഷൻ തന്നിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ആ ആൻസേഴ്സ് ചെയ്യാം. സോ ആ ടെസ്റ്റിൽ നിങ്ങൾ മിനിമം 60% മാർക്ക് കിട്ടണം. 2 വട്ടം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 2 വട്ടം നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഇമെയിൽ ID വെച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിവോക്ക് ആയി പോകും. സോ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു അവരുടെ ഗൈഡ് ലൈനിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. അത് പഠിച്ചിട്ട് പിന്നെ നിങ്ങളൊരു എക്സാം എഴുതണം. ആ എക്സാം വളരെ എളുപ്പമുള്ള എക്സാമാണ്. അതിന് 3 അറ്റംപ്റ്റ്സ് ഉണ്ട്. അത് മിനിമം നിങ്ങൾ 80% മാർക്ക് വാങ്ങണം. സോ ഈ 2 ടെസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലോയിലാണ്. അത് ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അവരത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഓൺ ബോർഡ് ചെയ്യും. സോ ഇതിൽ 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. അതായത് Q&A എക്സ്പെർട്ട് അല്ലെങ്കിൽ TBS എന്നുണ്ട്. Q&A എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നതാണ് Q&A എക്സ്പെർട്ട്. സോ വൺസ് നിങ്ങൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് TBS, അത് ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസ് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് നിങ്ങൾ അവർക്ക് ഇമെയിൽ അയച്ച് നിങ്ങളതിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യാം. സോ ജസ്റ്റ് ഒരു ആവറേജ് പേ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ടല്ല കേട്ടോ, ഞാൻ കളക്ട് ചെയ്ത ഡാറ്റ കേട്ടോ. അതൊരു മാത്സ്, ബയോളജി, കെമിസ്ട്രി സബ്ജക്ട്സിലാണെങ്കിൽ 75 രൂപ തൊട്ട് 97 രൂപ വരെ ഒരു ആൻസറിന് കിട്ടാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ട് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് പറയില്ല. എഞ്ചിനീയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ 150 തൊട്ട് 200 രൂപ ആണ് അതിൻ്റെ പേ റേറ്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിളിൽ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡിങ് ടാക്സ് ആണ്. ഒരു മാസം നിങ്ങൾക്ക് ഒരു ആൻസർ നിങ്ങൾക്ക് 168 രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ വരുമ്പോൾ 151 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. ബാക്കി ടാക്സ് ആയിട്ട് പോകും. പിന്നെ ഇവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മെത്തേഡ് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ 10 നിമിഷം നിങ്ങൾക്ക് സമയമുണ്ട്. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയോ അറിയില്ലേ. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ അറിയില്ലെങ്കിൽ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക. സോ വൺസ് നിങ്ങൾ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്താൽ അത് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആൻസർ അറിയത്തില്ല എന്ന് ചോദിക്കും. ജസ്റ്റ് നിങ്ങളൊരു ഓപ്ഷൻ കൊടുക്കുക. സോ നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം നിർബന്ധമില്ല. സോ അതില്ല നിങ്ങൾക്കത് ആൻസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 മിനിറ്റ്സ് കൂടിയിട്ട് 120 മിനിറ്റ്സ് ആവും. അതായത് 10 നിമിഷം നമുക്ക് ടൈം സ്ലോട്ട് ഉണ്ടായിരുന്നത് 120 മിനിറ്റ് ആവും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അതിനുള്ള ആൻസർ കൊടുത്ത് നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. സോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആൻസേഴ്സ് സ്റ്റുഡൻസ് റേറ്റ് ചെയ്യും. സോ നിങ്ങൾ എപ്പോഴും കറക്റ്റായിട്ടുള്ള നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് നല്ല റേറ്റിംഗ് തരും. സോ നിങ്ങളുടെ ആവറേജ് ആയിട്ട് നിങ്ങളുടെ റേറ്റിംഗ്സ് എപ്പോഴും ഒരു 70% മേലെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽ കറക്റ്റായിട്ടിരിക്കും. അതേപോലെ മിനിമം ഒരു മാസം നിങ്ങൾ 10 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം. എന്നാലേ അവർ ആ മാസത്തെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ 9 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യില്ല. 11 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യും. പിന്നെ ആൻസേഴ്സ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക്
നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാനൊരു അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് ടൈം വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണി തൊട്ട് 10 മണി വരെ രാവിലെ. കാരണം ഈ ടൈമിലാണ് അമേരിക്കയിൽ വൈകുന്നേരം ആയിട്ടുള്ള ടൈം. ആ ടൈമിലാണ് അവിടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും ഹോംവർക്കിനുള്ള സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയം. സോ നമ്മൾ രാവിലെ 4 മണി തൊട്ട് 10 മണി വരെ, അതായത് നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ കൂടുതൽ ആൻസേഴ്സ്, കൂടുതൽ ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റും. കാരണം കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ പോസ്റ്റ് ചെയ്യും. സോ ആ ടൈം നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതൊരു ആവറേജ് ഒരു ഇൻകം എന്താ പറയുന്നത്. അതായത് ഒരു ദിവസം 5 തൊട്ട് 6 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15,000 തൊട്ട് 20,000 രൂപ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 600 തൊട്ട് 700 ക്വസ്റ്റ്യൻ പെർ മന്ത് നിങ്ങൾ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 1 ലക്ഷം വരെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവരുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ബാങ്കിലോട്ടാണ് അവർ ചെയ്യുക. അതേപോലെ എങ്ങനെയാ വെച്ചാൽ ഈ മാസത്തെ പേയ്മെൻറ്റ് അടുത്ത മാസം 15-ാം തീയതി ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഈ മാസം ജാനുവരി മാസത്തെ പേയ്മെൻറ്റ് ഫെബ്രുവരി 15-ന് അവർ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു മാസങ്ങളിൽ എത്ര കാശ് നിങ്ങൾ ഏൺ ചെയ്തു അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അവർ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കും. എല്ലാ മാസവും അവർ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കും. സോ ഇത്രയും ഇത് ചെയ്യേണ്ടുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ഇൻകമിന് വേണ്ടിയിട്ടാണെങ്കിലും, ഇല്ല നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം. സോ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ടൈമില്ല. സോ രാവിലെ 4 മണി തൊട്ട് 10 മണി പറയുമ്പോൾ നിർബന്ധമായിട്ട് ആ ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച ടൈമാണ്. അതായത് ഏറ്റവും ബെസ്റ്റ് ടൈം, അതായത് അപ്പോഴാണ് US സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ വരാൻ ടൈം. സോ ആ ടൈം നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റും. അത് നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു മിനിമം, എൻ്റെ സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മാസം ഒരു മിനിമം ഒരു 30 തൊട്ട് 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇവർ ഫേക്ക് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യണമെന്ന് വിചാരിക്കരുത്. അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന ക്വസ്റ്റിന് മാത്രം നമ്മൾ ആൻസർ ചെയ്യുക, നമുക്ക് അറിയുന്ന ടോപ്പിക്സിന് മാത്രം നമ്മൾ ആൻസർ ചെയ്യുക. ഇതൊരു ഷോർട്ട് ടേം മെത്തേഡായിട്ടല്ല കാണാതെ നിങ്ങൾക്കൊരു ലൈഫിൽ ഞാൻ ഇതിൽ കാണിച്ച പോലെ ഇതിൽ 1 ലക്ഷം രൂപ വരെ പ്രതിമാസം ഉണ്ടാക്കുന്ന ഈ വർക്ക് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളൊരു ലോങ് ടേം ആയിട്ട് കണ്ടിട്ട് ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ടൈം എടുത്ത് ആൻസേഴ്സ് മാത്രം ചെയ്യുക. അറിയാത്ത ആൻസേഴ്സ് നിങ്ങൾ ചെയ്യരുത്. അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ അറിയണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് ഡെലിവർ മാത്രം ചെയ്താൽ മതി. ഒരിക്കലും നമ്മൾ കാശ് ഉണ്ടാക്കണം, കുറേ ആൻസർ ചെയ്താൽ കുറേ കാശ് ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ നമ്മൾ വെറുതെ ആൻസർ ചെയ്യാതെ ട്രൈ ചെയ്യാതിരിക്കുക. പറ്റുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളതെല്ലാം നമുക്ക് ചിലപ്പോൾ നല്ല ആൻസർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് റിവ്യൂ ബാഡായിട്ട് പോകും. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കില്ല. അത് നമ്മുടെ കയ്യിലല്ല. സോ നമ്മുടെ കയ്യിലുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിന് നന്നായിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ത്യയിൽ നല്ല ഒരു ഓൺലൈൻ ട്യൂട്ടറിങ്ങിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണിത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും. സോ ഈ ചെക്കിൻ്റെ ഓൺലൈൻ ട്യൂട്ടറിങ് പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ടീച്ചിങ് ജോബ്സ് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ചെയ്യാം. അത് സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.